ജീവിതം ഒന്നേ ഉള്ളൂ, അത് നന്നായിട്ട് എൻജോയ് ചെയ്യണം. ഇല്ലെങ്കിൽ ചത്ത മുകളിലോട്ട് പോകുമ്പോൾ അതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും. മെൽവിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് നയന അത് പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ വശ്യമായ ചുണ്ടുകൾക്ക് തന്നെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ടെന്ന് ആ നിമിഷം മെൽവിന് തോന്നിയിരുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ ട്രേസ അറിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിനക്ക് തന്നെയാണ് നയന. കാരണം അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നീ. എനിക്കറിയാം, ഒരിക്കലും ഈ കാര്യം അവൾ അറിയാൻ പോകുന്നില്ല മെൽവി. സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കോളേജിൽ വെച്ച് സ്നേഹിക്കുന്ന സമയം മുതലേ എനിക്ക് മെൽവിയോട് വല്ലാത്തൊരു ക്രഷ് ഉണ്ടായിരുന്നു. പിന്നെ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ മാറിയത്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കൂടി കഴിഞ്ഞതോടെ ഞാൻ നിന്നെ ഒരുവിധം മറന്നു എന്ന് പറയുന്നതാ സത്യം. പക്ഷെ ചില സിറ്റുവേഷൻസ്, ദുബായിക്ക് നീ വീണ്ടും വന്നു, ഒരുമിച്ച് കണ്ടപ്പോൾ ആ പഴയ ഇഷ്ടം എൻ്റെ ഉള്ളിൽ വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എപ്പോഴൊക്കെയോ നിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ തന്നെ മുൻകൈ എടുത്തത്. പിന്നീട് മാരേജ് ലൈഫും കൂടി ഒരു ഫെയിലിയർ ആയതോടെ നീ എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു എന്ന് പറയാലോ. നാട്ടുകാരുടെ മുൻപിൽ സ്വന്തം കൂട്ടുകാരിയെ ചതിച്ച് ഭർത്താവിനെ തട്ടിയെടുത്തവൾ എന്ന ലേബൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഞാനും എൻ്റെ ഭർത്താവും മറ്റുള്ളവരുടെ മുൻപിൽ മാതൃകാ ദമ്പതിമാരാണല്ലോ. പക്ഷേ എനിക്കറിയാം, എബിക്കുമുണ്ട് വേറൊരു അഫെയർ. എത്രയോ വട്ടം ഞാൻ കണ്ടിരിക്കുന്നു എബിയുടെ ഫോണിൽ ചില സ്ത്രീകളുടെ ഫോട്ടോസ്. നമ്മുടെ ബന്ധത്തിന് ഒരു പേരിടണ്ട മെൽവി. നമ്മുടെ സന്തോഷവും സുഖവും മാത്രം അതിൽ നോക്കിയാൽ മതി. നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിപ്പോ ട്രേസ് അറിയാതിരുന്നാൽ പോരെ. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ തല ചായച്ചു വെച്ച് വിരലുകൾ കൊണ്ട് നെഞ്ചിൽ തഴുകിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഈ പെണ്ണുങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് എത്ര സത്യമാ. അവൻ പറഞ്ഞു, ഞാനൊരു ചീത്ത പെണ്ണാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഹേയ്, അങ്ങനെ തോന്നിയാലും ഐ ഡോണ്ട് കെയർ. ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. അവൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് മുടിയൊന്ന് ഒതുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഈ ബെഡിൽ കിടക്കുമ്പോൾ എവിടെയോ ഒരു മനസാക്ഷി കുത്തു തോന്നും. അവള് ഒന്നും അറിയില്ലല്ലോ. ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് ശേഷം ഒരു അഫെയർ ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതിനൊന്നും ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അവൾക്കും കാണും നീ അറിയാത്ത ഒരു അഫെയർ. പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അവൻ്റെ മുഖം മാറി. ആ മുഖത്ത് ദേഷ്യം നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. സത്യമാണോ? അവൾ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് വേറെ അഫെയർ ഉണ്ടെന്നോ മറ്റോ? എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സൈക്കോളജി വെച്ച് പറഞ്ഞതാ. നിനക്കുണ്ടാകുമെങ്കിൽ അവൾക്കുണ്ടായിക്കൂടെ? ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? ഈ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ പറ്റുള്ളെന്ന്, അവരുടെ മാത്രം കുത്തകയാണെന്ന്. ആ ചിന്താഗതി മാറണം. നിനക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ റൈറ്റ് ഉള്ളതുപോലെ തന്നെ അവൾക്കും ലൈഫ് എൻജോയ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അവളും ലൈഫ് എൻജോയ് ചെയ്യട്ടെ. അതിൽ നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അങ്ങനെയല്ലല്ലോ, അത് ശരിയായ നടപടിയല്ലല്ലോ. അപ്പോൾ ഇത് ശരിയായ നടപടിയാണോ? നയന, നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. നോ, എനിക്കിത് ഒരു ആൻസർ വേണം. നീ ചെയ്യുന്നത് ശരിയല്ല എങ്കിൽ അവൾ ചെയ്യുമ്പോൾ അതിലെന്താ പ്രശ്നം? നീ തന്നെ പറഞ്ഞല്ലോ ഞാനല്ല ഈ ഒരു കാര്യത്തിന് നിർബന്ധിച്ചതെന്ന്. നീ ഇങ്ങോട്ട് നിർബന്ധിച്ചാണെന്ന്. അവന് ദേഷ്യം വന്നു. ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ചപ്പോൾ നിനക്ക് പറയാൻ നാക്കുണ്ടായിരുന്നില്ലേ? എനിക്കൊരു ഭാര്യയുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ വിട്ട് എങ്ങോട്ടും വരില്ല എന്ന്, മറ്റൊരു സ്ത്രീയുമായിട്ട് എനിക്ക് ബന്ധം കൂടാൻ താല്പര്യമില്ല എന്ന്. നീ എന്തുകൊണ്ടാ പറയാതിരുന്നത്? നിനക്കിഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് പറയാതിരുന്നത്. നിനക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് നിർത്താം. ഇനി ഒരിക്കലും നമ്മൾ പരസ്പരം കാണാതിരുന്നാൽ മതി. നീ പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു വേദന തോന്നുന്നു. ഞാനവളെ ചതിച്ചതുപോലെ. നീ ഒരു റിലേഷൻഷിപ്പിന് തുടക്കമിട്ടപ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ബട്ട് ഞാൻ ആഗ്രഹിച്ചു എന്തൊക്കെയോ. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് പറയാതിരുന്നത്. പക്ഷെ നീ പറഞ്ഞതുപോലെ ട്രീസ മറ്റൊരാൾക്കൊപ്പം ഇങ്ങനെ, അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒക്കെ ട്രീസയോട് തുറന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതറിഞ്ഞാൽ അവൾ തകർന്നു പോകും. നീയായിട്ടൊന്നും പറയരുത്. പക്ഷെ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല. അവളെ ഇനി ചതിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അത് നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ട് ഞാൻ കണ്ടോളാം. പക്ഷേ ഇനി ഞാനായിട്ട് അവളെ ചതിക്കില്ല. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ഞാൻ നാളെ തന്നെ നാട്ടിലേക്ക് പോകും. പിന്നെ നമ്മൾ തമ്മിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. മെസ്സേജോ കോളോ അങ്ങനെ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. നിനക്ക് മാനസാന്തരം വന്നെങ്കിൽ ഞാൻ പിന്നാലെ വരാനൊന്നും പോകുന്നില്ല. അത്രയും പറഞ്ഞ്
അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ഡ്രസ്സ് ചെയ്ത് തിരിച്ചു വന്ന് ഒരു ബൈ പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം മെൽവിനെ മൂടുന്നുണ്ടായിരുന്നു. ട്രീസയ്ക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരിക്കുമോ എന്ന ചിന്തയായിരുന്നു ആ നിമിഷം മുഴുവൻ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ആ സമയത്ത് ട്രീസ അവളുടെ ബോയ്ഫ്രണ്ടിനൊപ്പം അവൻ്റെ കൈകളുടെ കുസൃതിയിൽ ആസ്വദിച്ച് തിയേറ്ററിലിരുന്ന് സിനിമ കാണുകയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.